ಕಷ್ಟಪಟ್ಟಿದ್ದಾರೆ. ಅವರಿಗೂ ಕೂಡ ಅವರಿಗೂ ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ವ ತಆಲಾ ಆಫಿಯತುಲ್ಲ ದೀರ್ಘಾಯುಷ್ಯ ನೀಡಲಿ ಎಂದು ಸುಲ್ತಾನ್ ಉಲಮಾ ಎಪಿ ವಸ್ತಾದ್ರವರ ಸುಪುತ್ರ ನಮಗೆ ಶಿಕ್ಷಣ ರಂಗದಲ್ಲಿ ಕ್ರಾಂತಿಯನ್ನೇ ಉಂಟು ಮಾಡಿದ ನಮ್ಮ ಸೈಯದ್ ಮದನಿ ಸರಿಯದ್ ಕಾಲೇಜಿಗೆ, ಅದೇ ರೀತಿ ದಾವಾ ಕಾಲೇಜಿಗೆ, ಹಿಫ್ಜುಲ್ ಕುರಾನ್ ಕಾಲೇಜಿಗೆ ಎಲ್ಲ ನಿರ್ದೇಶನವನ್ನು ನೀಡುವ ಅವರ ಸುಪುತ್ರ ಡಾಕ್ಟರ್ ಅಹ್ಮದ್ ವಜೀರ್ ಅವರನ್ನು ಕೂಡ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಸ್ವಾಗತಿಸುತ್ತಾ, ಅದೇ ರೀತಿ ಎಲ್ಲ ವೇದಿಕೆಯಲ್ಲಿರುವ ಎಲ್ಲ ಅಶ್ರಫ್ ತಕಲಾದೂರ್ ಅವರಿದ್ದಾರೆ. ಕರ್ನಾಟಕ ರಾಜ್ಯ ഇപ്പൊ കൊടുക്കാതെ കയ്യില ഉള്ള അങ്ങോട്ട് കയറ്റണ്ടല്ലേ? വണ്ടി തിരിച്ചിട്ട് തന്നെ വെക്കണമെന്നല്ലേ? തുടങ്ങിയ ചുറ്റിനുമുള്ളവരെ കുറിച്ചുള്ള വിചാരങ്ങൾ, ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞുള്ള സാന്ത്വനക്ഷേമ പ്രവർത്തനങ്ങൾ, മുതിർന്ന പൗരന്മാരുടെ പ്രശ്നങ്ങൾ, വയോജനക്ഷേമം, അവഗണിക്കപ്പെടുന്ന വിഭാഗങ്ങൾ, ഒറ്റപ്പെടുന്ന ഏകാന്തതയെ അനുഭവിക്കുന്ന സാമൂഹിക വിഭാഗങ്ങളെ തൊട്ട് നേരെ മാലിന്യം, അടിസ്ഥാന സൗകര്യ വികസനം, പ്രാദേശിക പ്രശ്നങ്ങൾ തുടങ്ങി ജില്ലകളുടെ വഴികളിൽ വിഭജന ആശയങ്ങൾ ശക്തിപ്പെടുന്ന സാഹചര്യത്തിൽ ചേർന്ന് നിൽപ്പിന്റെ പ്രാധാന്യവും അനുഭവങ്ങളും പങ്കുവയ്ക്കുകയും ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുകയുമാണ് ഈ സുന്നി ആദർശ മുന്നേറ്റം. Assalamualaikum warahmatullahi wabarakatuh. സ്വീകരിക്കാൻ ഉസ്താദ് അവരുകളെയും നൽകാൻ ബഹുമാന്യരായ മാണിക്കോത്ത് ഉസ്താദിനെയും സയ്യിദ് ഹാമിദ് എമ്മിച്ചിക്കോയ തങ്ങളെയും ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ാണ് എന്ന് മുസ്ലിം ഉമ്മത്തിന് 1953 കാലത്ത് പെരിന്തൽമണ്ണയിൽ വെച്ച് ഫത്വ കൊടുത്ത് പഠിപ്പിച്ചു. അതിൽ ഒന്നാമത്തെ വിഷയം അവരുമായി കൂടിപ്പെരുമാറാതിരിക്കുക എന്നതായിരുന്നു. എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയാൻ കാരണം? അവരുമായി കൂടിപ്പെരുമാറുമ്പോഴേക്ക് എന്താ സംഭവിക്കുക? അത് ആരോടും വിശദീകരിക്കേണ്ടതില്ല. ഒരല്പ വർഷങ്ങൾക്ക് മുമ്പ് കൊറോണ ബാധിച്ചവർ നമ്മുടെ സ്വന്തം കുടുംബത്തിലുള്ളവരായാൽ പോലും നിങ്ങൾ കൂടിപ്പെരുമാറരുത്, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം എന്ന് ഇവിടെ ഡോക്ടർമാര് പറഞ്ഞപ്പോൾ ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടായിരുന്നു? കാരണം അത് പകരും എന്നതുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരവാദത്തെ സംബന്ധിച്ച് പറഞ്ഞത് എന്താണ്? കൽകലബി, അത് പേപ്പട്ടി വിഷം പോലെയാണ്. പേപ്പട്ടി വിഷം പോലെയാണ്, വളരെ അകന്നു നിൽക്കണം എന്നല്ലേ ആ പറഞ്ഞതിന്റെ അർത്ഥം. അത് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തും അയിമ്മത്തും ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു മുസ്തസ്ഫയിൽ പറഞ്ഞു, അതെ ഇത്തിഫാഖി സലഫിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ മുൻഗാമികൾക്ക് തർക്കമില്ലാത്തൊരു കാര്യമാണ്. ചിലപ്പോൾ ചില വിഷയങ്ങളിൽ വീക്ഷണ വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഉദാഹരണത്തിന് സുബഹിയിലാണോ ഖുനൂത്ത് ഓതേണ്ടത്, വിത്റിലാണോ, ഇങ്ങനെ ചില വീക്ഷണ വ്യത്യാസങ്ങൾ സലഫിലുള്ള ഇമാമികൾക്കിടയിൽ ഉണ്ടാവും.
എന്നാൽ ഒരു ഇമാമിനും തർക്കമില്ലാത്ത 3 നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു പണ്ഡിതനും ഒരു സഹാബിക്കും തർക്കമില്ലാത്ത കാര്യം അലാ ദമ്മിൽ മുബ്തദിഅതി, പുത്തൻവാദിയെ ആക്ഷേപിക്കണം, വമുഹാജറതിഹിം, അവരുമായി മാറി നിൽക്കണം, വഖത്ഇ സുഹ്ബതി മഅഹും, അവരുമായി ബന്ധം വിച്ഛേദിക്കണം. അതിൽ സലഫു സ്വാലിഹീങ്ങളായ ഇമാമിയങ്ങൾക്കും സഹാബികൾക്കും ഒരു തർക്കവും ഇല്ലെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബുൽ മുസ്തസ്ഫയിൽ രേഖപ്പെടുത്തിയത് കാണാം. ഇനി 1000 പണ്ഡിതന്മാർ ആ വിഷയം പറഞ്ഞതുകൊണ്ട് എല്ലാ അലിമികൾക്കും അറിയാമല്ലോ. എന്തിനാണ് അവരങ്ങനെ പറഞ്ഞത്? അതിന് താജുൽ ഉലമ പറഞ്ഞു, മക്കളെ, ആരോഗ്യം പകരൂല, രോഗം പകരും. ആരോഗ്യം ഒരാൾക്ക് പകരില്ല, അത് അവരവർക്ക് തന്നെ ഉണ്ടാകേണ്ട സംഗതിയാണ്. രോഗം അങ്ങനെയല്ല, രോഗം പകരും. ഇതൊരു വലിയ പകർച്ചവ്യാധിയാണ്. ആ പകർച്ചവ്യാധിയുമായുള്ള ബന്ധം ഉണ്ടായാൽ ആ രോഗം പകരാൻ വളരെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സർവ്വ ഇമാമിയങ്ങളും തർക്കമില്ലാതെ അത് പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആവിർഭാവ കാലത്തെ ഏറ്റവും പ്രഗത്ഭരായ ആലിമീങ്ങൾ ഒന്നിലധികം ദിവസം ഇരുന്ന് പുസ്തകങ്ങൾ പരിശോധിച്ച് പുത്തൻവാദികളുടെ ആശയം വിദഗ്ധാണ് എന്ന് പറഞ്ഞതിന് ശേഷം അവരുമായി കൂടിപ്പെരുമാറരുത് എന്ന് ഫത്വ കൊടുക്കുകയും അത് കേരളത്തിലെ മുഴുവൻ പണ്ഡിതന്മാരെയും പഠിപ്പിക്കുകയും ചെയ്തു. എന്തുകൊണ്ട്? ഈ രോഗം പകരരുത് എന്നതുകൊണ്ടാണ്. സുഹൃത്തുക്കളെ, എന്തുകൊണ്ട്? ഈ രോഗം ഈമാൻ നഷ്ടപ്പെടുത്തുന്ന രോഗമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇവിടെ പുത്തൻവാദം വന്നപ്പോ ആദ്യകാലത്ത് പറഞ്ഞൊരു അഭിപ്രായമാണ് തറാവീഹ് 8 മതി, അതിനപ്പുറം പാടില്ല എന്ന്. പിന്നെ അവരതിൽ നിന്ന് ഒരുപാട് ഉരുളിച്ചുരുണ്ടിട്ടുണ്ട്. എനിക്കിപ്പോൾ ഞാൻ കടക്കുന്നില്ല. തറാവീഹ് നിസ്കാരം തന്നെ ഒന്ന് പ്രത്യേകം ഇല്ലെന്നാണ് പിന്നീട് വാദിച്ചത്. അത് റാഫിദത്തിന്റെ വാദമാണെന്ന് ഇമാം സർഖസി കിതാബുൽ മബ്സൂത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇരിക്കട്ടെ, ആ വാദങ്ങളൊക്കെ ഉന്നയിച്ച കക്ഷികൾ ഇപ്പോൾ 20 കുഴപ്പമൊന്നുമില്ല എന്നും പറയുന്നുണ്ട്. കാരണം അതിനൊരു ലെവലില്ല, പുത്തൻവാദത്തിന് ലെവലിനാവില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലുള്ള ഒരാളുടെ കല്യാണത്തിന് പോകുന്നില്ല, അന്വേഷിച്ചു അദ്ദേഹത്തോട് നിങ്ങൾ എന്തേ ആ കല്യാണത്തിന് പോകാതിരുന്നു? അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം എന്നോട് ഒരു വലിയ അക്രമം ചെയ്തു. എന്താണ് ചെയ്ത അക്രമം? അപ്പൊ ചൂണ്ടിക്കാണിച്ചു തന്നു. ഒരു 10-20ഓളം വരുന്ന തെങ്ങിൻ തൈകൾ, അതിൽ നിന്ന് 3-4 തെങ്ങിൻ തൈകൾ അദ്ദേഹത്തിന്റെ പശുക്കളെ മേച്ച് അദ്ദേഹം അതിന്റെ ഇലകൾ തിന്ന് നശിപ്പിച്ചു. ആ ഒരു വെറുപ്പ് കൊണ്ടാണ്, രോഷം കൊണ്ടാണ് അദ്ദേഹം മറ്റേയാളുടെ കല്യാണത്തിന് പോകാത്തത്. സുഹൃത്തുക്കളെ, നമ്മൾ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് തെങ്ങിൻ തൈയല്ല, മറിച്ച് അള്ളാഹുവിന്റെ ദീനാണ്. അള്ളാഹുവിന്റെ ദീനിൽ 4 മദ്ഹബിലും സ്ഥിരപ്പെട്ട 20 റക്അത്ത് തറാവീഹ്. ആ 20 റക്അത്ത് തറാവീഹിൽ 12 എണ്ണം വെട്ടി എന്ന് നശിപ്പിച്ചു. നമുക്ക് അവരോട് ഒരു ധാർമ്മിക രോഷവും ഇല്ല. അവർ നമ്മുടെ സുഹൃത്തുക്കളായി നടക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവിന്റെ ദീനിന്റെ വക്താക്കളാകുമോ? ഇതുകൊണ്ടാണ് നമ്മുടെ മഹാന്മാരായ പൂർവകാല പണ്ഡിതന്മാർ ആ ആശയം പഠിപ്പിച്ചതും അതിൽ നിന്ന് 1 ഇഞ്ച് മാറാൻ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മഹാനായ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹു, നൂറുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹു, കൻസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹു തുടങ്ങിയ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ആലിമീങ്ങളും അൽഹംദുലില്ലാഹ് ഇന്നും നമുക്ക് നേതൃത്വം നൽകുന്ന മഹാനായ സുൽത്താൻ ഉലമ, അല്ലാഹുവേ നീ വലിയ ദീർഘായുസ് ആഫിയത്തോടെ ഹിമ്മത്തോടെ കൊടുത്ത് ഞങ്ങളെ നീ അനുഗ്രഹിക്കണം റഹ്മാനെ.